ഇതുവരെ നടക്കാത്ത നിങ്ങളുടെ ഏതാഗ്രഹവും ഇൻഷാ അല്ലാഹ് ഈ പറയാൻ പോകുന്ന ഇസ്മിലൂടെ അത് നടത്തിയെടുക്കാൻ പോവുകയാണ്. ഇത് ഒരുപാട് അനുഭവങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ഒന്നും രണ്ടും പേരല്ല, ഒരുപാട് ആളുകൾ ഇത് ചെയ്തു നോക്കി വളരെ എഫക്റ്റീവായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്മ പറഞ്ഞുകൊണ്ട് അവനിലേക്ക് അടുത്തുകൊണ്ട് അള്ളാഹുവിനെ കൊണ്ട് തന്നെ ആ ആഗ്രഹം സാധിപ്പിച്ചെടുക്കുന്ന സുന്ദരമായ ഒരു വഴിയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഇസ്മിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഇസ്മ ദിവസവും പതിവാക്കുന്നവർക്ക്, ഈ എണ്ണം പതിവാക്കുന്നവർക്ക് നൽകുന്ന 10ഓളം മഹത്വങ്ങൾ, നേട്ടങ്ങൾ, പ്രതിഫലങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. വേണ്ടപ്പെട്ടവരിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് പഠിപ്പിക്കപ്പെടുന്ന ഓരോ ദിവസത്തെ അറിവുകളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വീഡിയോയിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, സർവേശ്വരനായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറിടങ്ങൾ അള്ളാഹു സന്തോഷത്തിലും സമാധാനത്തിലുമാക്കി തരട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനായി എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യുന്നു. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് ആവശ്യങ്ങളുണ്ട് നടന്നു കിട്ടണമെന്ന്. ഹലാലായ, ഒരിക്കലും നടക്കില്ല എന്ന് ഉറപ്പുള്ളതുമായ, അങ്ങനെയുള്ള ഹലാലായ ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകും. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസം അത് നടത്തിയെടുക്കാൻ കഴിയുന്ന ഒരു നല്ല ഒരു വഴിയുമാണ് ഇൻഷാ അല്ലാഹ് പറയുന്നത്. ആദ്യമായിട്ട് പറയട്ടെ, ഈ വീഡിയോ പറയപ്പെടുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട സുന്ദരമായ ഒരു ഇസ്മ, അത്ഭുതത്തിന്റെ കലവറ നിറഞ്ഞ ഒരു ഇസ്മ. ആ ഇസ്മിന് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ആദ്യം തന്നെ ഏതാണ് ആ ഇസ്മ എന്ന് പറയാം, എന്നിട്ട് എത്ര പ്രാവശ്യം പറയണമെന്ന് പറയാം. അതിനുശേഷം അതിൻ്റെ നേട്ടങ്ങൾ ഓരോന്നായിട്ട് പറയും. ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഏതാണ് പ്രിയപ്പെട്ടവരെ ആ ഇസ്മ എന്ന് പറയുന്നത്? നമുക്ക് പഠിക്കാം. യാ ലത്തീഫു യാ അല്ലാഹ്. എന്താണ്? യാ ലത്തീഫു യാ അല്ലാഹ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ കൂടെ ഒന്ന് ചൊല്ലുക. യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്. എന്താണ് അതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ? മയം ചെയ്യുന്നവൻ, ലുത്തുഫുള്ളവൻ, ദയ കാണിക്കുന്നവൻ, മയമുള്ളവൻ എന്നർത്ഥം വരുന്ന അള്ളാഹുവിൻ്റെ സുന്ദരമായ ഇസ്മ. ദിവസവും 129 തവണയാണ് ഇത് ചൊല്ലേണ്ടത്. എത്ര പ്രാവശ്യം? 129 തവണയാണ് ഇത് ചൊല്ലേണ്ടത്. മഹാരഥന്മാര് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഈ വിശുദ്ധമാക്കപ്പെട്ട ഇസ്മ യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന് പറയുന്ന ഇസ്മ ദിവസവും 129 തവണ ചൊല്ലുന്ന ഒരു മനുഷ്യനിക്ക് അള്ളാഹുവിൽ നിന്ന് കരഗതമാക്കാൻ ലഭിക്കപ്പെടുന്ന 10 നേട്ടങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഒന്നാമത്തത് പഠിച്ചോളി. അള്ളാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യത്തെ നിലനിർത്തി തരുമെന്നുള്ളതാണ്. അതായത് അള്ളാഹു തആല നമ്മുടെ ആരോഗ്യം ഇതുപോലെ ചുറുചുറുക്കുള്ള പ്രായത്തിൽ എങ്ങനെയാണോ ആരോഗ്യമുള്ളത്, എത്രത്തോളമാണ് ഒരു ശക്തിയില്ലാത്ത അവസ്ഥ ഇല്ലാത്ത രൂപത്തിൽ നല്ല ആരോഗ്യം, ഒരു നിത്യരോഗിയല്ലാത്ത അവസ്ഥയിൽ, അസുഖങ്ങളില്ലാത്ത അവസ്ഥയിൽ അള്ളാഹു നല്ല ആരോഗ്യം നൽകുമെന്നുള്ളതാണ്. അല്ലേ? നമുക്കൊക്കെയും വളരെയധികം ആഗ്രഹമുള്ള ഒരു കാര്യമാണ് രോഗമില്ലാതിരിക്കുക എന്നുള്ളത്. ഇന്ന് നമുക്കറിയാം, ഓരോ ആളുകളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ എടുത്ത് വെച്ചൊന്ന് പരിശോധിച്ചു നോക്കിയാൽ അതിൽ നിന്ന് കാണാൻ കഴിയുന്നത് ഒരുപാട് തരത്തിലുള്ള അസുഖങ്ങളാണ്. അല്ലേ? ഒരുപാട് രോഗങ്ങളുണ്ട്. ക്യാൻസർ പോലെ, ട്യൂമർ പോലെ, വൃക്ക തകരാറ് പോലെ, കരൾ രോഗങ്ങൾ പോലെ, ഹാർട്ട് രോഗങ്ങൾ പോലെ, ഞരമ്പ് രോഗങ്ങൾ പോലെ, എല്ല് സംബന്ധമായ രോഗങ്ങൾ പോലെ, ശരീരത്തെ കാർന്ന് തിന്നുന്ന ഒരുപാട് രോഗങ്ങൾ ഇന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. അങ്ങനെയുള്ള ഒരു രോഗവും അല്ലാഹ് നീ എനിക്ക് തരല്ലേ എന്ന് കരുതിയിട്ട് വിശുദ്ധമാക്കപ്പെട്ട ഈ യാ ലത്തീഫ് എന്ന ഈ ഇസ്മ
ഈ പറയപ്പെട്ട എണ്ണം എല്ലാ ദിവസവും പതിവാക്കുന്ന ഒരു മനുഷ്യനിക്ക് അങ്ങനെയുള്ള ഒരു രോഗവും അള്ളാഹു കൊടുക്കൂല. ആരോഗ്യമുള്ള ഒരു മനുഷ്യനാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിക്കാൻ അനുഗ്രഹം നൽകുമെന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഇസ്മ ദിവസവും ഇങ്ങനെ 129 തവണ ചൊല്ലുന്ന മനുഷ്യനിക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്താണെന്ന് അറിയപ്പെട്ടവരെ, ലക്ഷം കടമുള്ള മനുഷ്യനാണെങ്കിലും ശരി തന്നെ അള്ളാഹു പരിപൂർണമായും ആ കടം ഇല്ലായ്മ ചെയ്തു തരുന്നതാണ്. അതിനു വേണ്ടുന്ന സാഹചര്യങ്ങൾ സാമ്പത്തികമായും മനുഷ്യ സാഹചര്യങ്ങളായും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് ചൊല്ലുന്ന മനുഷ്യനിക്ക് അള്ളാഹു തരും. കടങ്ങൾ ഇന്ന് നമുക്കറിയാം ഉസ്താദെ, ലക്ഷങ്ങൾ കടമുണ്ട് ഉസ്താദെ, കോടിക്കണക്കിന് രൂപ കടമുണ്ട് ഉസ്താദെ എന്ന് പറയുന്ന ഒരുപാട് ആളുകളെ ഇന്ന് നമുക്കറിയാം പ്രിയപ്പെട്ടവരെ. എത്ര വലിയ കടമുണ്ടെങ്കിലും അള്ളാഹുവിനോട് ഈ ഇസ്മ പറഞ്ഞ് ദുആ ചെയ്താൽ അള്ളാഹ് അതിനുള്ള വഴി ഒരുക്കി തരുന്നതാണ്, ആ കടം തീർത്തു തരാനുള്ള വഴി. അതുപോലെ മൂന്നാമത്തെ കാര്യം, അധികാരികളിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാനുള്ളത്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, നമ്മുടെ വലിയ അധികാരികളിലേക്ക് കടന്നു ചെന്നിട്ട് നമ്മൾ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയാകട്ടെ, അങ്ങനെ ഒരു പല കാര്യങ്ങൾക്കും വേണ്ടി ഓടി നടക്കേണ്ടുന്ന ഒരു അവസ്ഥ അത് പെട്ടെന്ന് കിട്ടാൻ പ്രിയപ്പെട്ടവരെ, അധികാരികളിൽ നിന്ന് എന്തെങ്കിലും ആവശ്യങ്ങൾ നേടിയെടുക്കാനുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് കിട്ടുന്നതാണ്. അതാണ് ഈ ഇസ്മിന്റെ പ്രത്യേകത. നാലാമത്തെ നേട്ടം എന്ന് പറയുന്നത്, എന്ത് വിഷമമുണ്ടെങ്കിലും, എന്തു വ്യസനമുണ്ടെങ്കിലും, എന്തു പ്രയാസമുണ്ടെങ്കിലും അള്ളാഹു പരിപൂർണമായും അത് മാറ്റിത്തരും. വേണമെങ്കിൽ ചെയ്തു നോക്കിക്കൊള്ളിയും പ്രിയപ്പെട്ടവർ, വിശ്വാസത്തോടു കൂടി ദിവസവും ഇത് ചൊല്ലി നോക്കിയും പ്രിയപ്പെട്ടവരെ. എന്ത് വിഷമമുണ്ടെങ്കിലും, എന്ത് വേദനയുണ്ടെങ്കിലും, എന്ത് പ്രയാസമുണ്ടെങ്കിലും ഉറപ്പാണ് മനസ്സിന് സമാധാനം വേണോ, ഈ സുന്ദരമാക്കപ്പെട്ട ഇസ്മ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കോളൂ. അഞ്ചാമത്തെ നേട്ടം എന്ന് പറയുന്നത്, ഒരു യാത്രക്കിറങ്ങാണ്. എന്തെങ്കിലും ഒരു യാത്രയ്ക്ക്, ദൂരയാത്രയാകട്ടെ, ഏതൊരു യാത്രക്കിറങ്ങുമ്പോഴും വാഹനത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഈ യാത്രക്കിറങ്ങുന്ന സാഹചര്യത്തിൽ നമ്മൾ ഈ വിശുദ്ധമാക്കപ്പെട്ട ഈ യാ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മ ഇങ്ങനെ ചൊല്ലി പോവുകയാണ്. ഇങ്ങനെ ചൊല്ലി പോകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ യാത്രയിൽ പരിപൂർണ സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. ഒരു അപകടമോ ഒരു ആക്സിഡന്റോ ഒരു വിഷമത്തിലോ അല്ലാഹു പെടുത്തൂല. അതാണ് അതിന്റെ ഗുണം. യാത്ര ചെയ്യുന്ന സമയത്ത് സംരക്ഷണം ലഭിക്കും. വലിയ നേട്ടമല്ലേ അത്? ചിന്തിച്ചു നോക്കിയേ, നമ്മളൊക്കെ എന്തുമാത്രം യാത്രകൾ ചെയ്യുന്നവരാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അറിയാം, എൻ്റെ വീട് ഇവിടെ നിന്ന് ഒരു 10-40 കിലോമീറ്റർ അപ്പുറത്തേക്കാണ്. പോകുന്ന സമയത്ത് തിരിച്ചു വരുമ്പോൾ ആഴ്ചയിൽ 2-3 തവണ പോവേണ്ടി വരാറുണ്ട്. അപ്പോൾ നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഈ യാത്രക്കിടയിൽ പ്രിയപ്പെട്ടവരെ, ഒരു അപകടവും സംഭവിക്കാതെ അള്ളാഹുവിൻ്റെ സംരക്ഷണം വേണോ? ഞാനൊക്കെ ചിന്തിച്ചു നോക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ. പലപ്പോഴും ഇടയ്ക്കൊക്കെ അറിയാതെ ഒന്ന് വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഉറങ്ങിപ്പോകാറുണ്ട്. അങ്ങനെ ഒരു കുഴപ്പം എനിക്കുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പൊ അങ്ങനെ ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെയൊക്കെയും ഒരു കാവലായിരിക്കും എനിക്ക് തന്നിട്ടുണ്ടാവുക എന്ന്. അറിയാതെ ഉറങ്ങിപ്പോകുന്ന സമയത്ത് പെട്ടെന്ന് ഞെട്ടി ഉണർന്നിട്ട് ചിന്തിക്കാറുണ്ട്, അള്ളാഹുവെ ഒരു അപകടത്തിനും പെടുത്തല്ലേ എന്ന്. അപ്പൊ അതൊക്കെ ഇതിന്റെ കാരണങ്ങളാണ്. അഞ്ചാമത്തെ കാര്യം അപ്പോൾ അതാണ്, യാത്ര പോകുമ്പോൾ അള്ളാഹു തആല സംരക്ഷണം നൽകും. ആറാമത്തെ നേട്ടം, അള്ളാഹു തആല നമ്മുടെ പേടി മാറ്റിത്തരും. എന്ത് വലിയ പേടിയുണ്ടെങ്കിലും അള്ളാഹു, എത്ര വലിയ പേടിയുണ്ടെങ്കിലും അത് മാറ്റിയിട്ട് ധൈര്യം തരും. രാത്രിയൊക്കെ ഒറ്റയ്ക്ക് ഒരു റൂമിൽ കിടന്നുറങ്ങാൻ പേടിയാണ്, രാത്രിയിൽ പുറത്തിറങ്ങാൻ പേടിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇതൊരു കാവലാണ്. പേടി മാറ്റി ധൈര്യം കിട്ടും. ഏഴാമത്തെ നേട്ടം, അള്ളാഹു അവനറിയാത്ത വഴിയിലൂടെ അള്ളാഹു റിസ്ക് കൊടുക്കും, സമ്പത്ത് കൊടുക്കും എന്നുള്ളതാണ്. ചിന്തിച്ചു നോക്കിയേ, വലിയ അനുഗ്രഹമല്ലേ? അപ്പൊ ഇത് ചൊല്ലുമ്പോൾ ഇഖ്ലാസോട്, ചുമ്മാ യാ ലത്തീഫ് എന്ന് പറഞ്ഞു ചൊല്ലാതെ ഇഖ്ലാസോട് കൂടി ചൊല്ലുക പ്രിയപ്പെട്ടവരെ. അപ്പൊ എട്ടാമത്തെ നേട്ടം എന്ന് പറയുന്നത്, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കുടുങ്ങിപ്പോയിന്നിരിക്കട്ടെ, ഗൾഫ് നാടുകളിലാകട്ടെ, വിദേശ രാജ്യത്താകട്ടെ, ഏതൊരു അവസ്ഥയിലും കുടുങ്ങിപ്പോയാൽ റബ്ബിനോട് ചോദിക്കേണ്ടത് ഈ ഇസ്മ പറഞ്ഞിട്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ ആ കുടുക്കത്തിൽ നിന്ന് അള്ളാഹു പടച്ച തമ്പുരാൻ നമ്മെ സംരക്ഷിക്കുക തന്നെ ചെയ്യും, നമ്മെ രക്ഷപ്പെടുത്തും പ്രിയപ്പെട്ടവരെ. ഇതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഒൻപതാമത്തെ നേട്ടം, ഇത് ദിവസവും ഇത്ര എണ്ണം ചൊല്ലുന്ന ആളിന്, 129 പ്രാവശ്യം ചൊല്ലുന്ന ആളിന് ജനങ്ങൾക്കൊരു മതിപ്പ് ഈ ചൊല്ലപ്പെട്ട ആളിനോടുണ്ടാകും എന്നുള്ളതാണ്. ജനങ്ങൾക്ക്, ആളുകൾക്കൊരു സ്നേഹം, നാട്ടുകാർക്കൊരു മതിപ്പ്, ഇവനെ കാണുമ്പോൾ ഒരു ബഹുമാനം ഉണ്ടാവും, ഒരു മതിപ്പ് ഉണ്ടാവും. അത് ചെറിയ കാര്യമല്ല. അതുപോലെ 10ാമത്തെ നേട്ടം എന്ന് പറയുന്നത്, ഇത് പ്രധാനമായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. ഒരിക്കലും നടന്നു കിട്ടില്ല എന്ന് കരുതി പോകുന്ന പല ആഗ്രഹങ്ങളുണ്ട് അല്ലേ?
ഒരുപാട് ഒരിക്കലും നടന്നിട്ടില്ല എന്ന് പറയുന്ന ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹം നടന്ന് കിട്ടണോ പ്രിയപ്പെട്ടവരെ? ഇതിന്റെ 129 ഇതിന്റെ കണക്കെന്ന് നമ്മൾ പറഞ്ഞു. ഈ 129 ഇൻറ്റു 129 16,641 പ്രാവശ്യം. എത്ര? 16,641 പ്രാവശ്യം ഈ വിശുദ്ധമാക്കപ്പെട്ട യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന് പറയുന്ന ഇസ്മ ചൊല്ലിയിട്ട് റബ്ബിനോട് എത്ര നടക്കാത്ത കാര്യം ചോദിച്ചാലും, ഹലാലാകണമെന്നേ ഉള്ളൂ, എത്ര നടക്കാത്ത കാര്യം ചോദിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നടത്തി തരും. അത് ഉറപ്പാണ്. അപ്പോൾ 16,641 പ്രാവശ്യം ചൊല്ലുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ വിശുദ്ധമാക്കപ്പെട്ട ഇസ്മിനെ സംബന്ധിച്ചിടത്തോളം വേറൊരു അഭിപ്രായത്തിൽ കാണാം, ഈ 16,641 എന്ന് പറയുന്ന എണ്ണം 9 ദിവസം കൊണ്ട് പൂർത്തീകരിച്ചാൽ മതിയാകുന്നതാണ് എന്നും കാണാവുന്നതാണ്. 9 ദിവസം കൊണ്ട് ഈ 16,641 പറയുന്ന ഈ ഒരു എണ്ണം പൂർത്തിയാക്കിയാൽ മതിയാകുന്നതാണ്. അപ്പൊ ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ചെയ്തു നോക്കിയിട്ട് റബ്ബിനോട് ദുആ ചെയ്ത് പ്രിയപ്പെട്ടവർ, ഉറപ്പായിട്ടും അള്ളാഹു നടത്തി തരുന്നതാണ്. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തു. അള്ളാഹു അവരെ അനുഗ്രഹിക്കട്ടെ, അവരുടെ വിഷമങ്ങൾ അള്ളാഹു മാറ്റിത്തരട്ടെ, വേദനകൾക്ക് അള്ളാഹു അറുതി വരുത്തട്ടെ. ദുആ ചെയ്തുകൊണ്ട് നിർത്തട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.